ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു, ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് വളരെ വിവാദമായ ഒരു കല്യാണമായിരുന്നു. കൂടെ വർക്ക് ചെയ്യുന്ന പലരും പാര വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇത് ഒരിക്കലും നടത്തരുത്, ആള് ശരിയല്ല. എനിക്ക് ചോദിക്കാം, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അഡ്വൈസ് ചോദിക്കാം, എന്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. എടാ പോടാ അങ്ങനെ ആയിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ തന്നെ തീരുമാനം എടുക്കേണ്ട പല ഘട്ടങ്ങൾ വരുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമാണ്. മോളുടെ ഓരോ സക്സസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചേനെ. 3 കാര്യങ്ങൾ അവനിൽ നീ ശ്രദ്ധിച്ചേക്കണം. വളരെ ഓപ്പണപ്പായി സംസാരിക്കുന്ന ആള് എന്താണ് ഏതാണ് എന്നുള്ളത് നല്ലൊരു ക്ലിയർ ഐഡിയ വേണം. നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരാളായിരിക്കണം. എന്നെക്കാളും മുകളിലെത്തിയോ എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. ആൾക്കാരുമായിട്ടുള്ള ഫിനാൻസ് ഇടപാടുകൾ അധികം ഉണ്ടാവാതെ നോക്കാറുണ്ട്. കാരണം ഫിനാൻസ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാവും. പല ആൾക്കാരിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസ ഇടപാടുകൾ ഇല്ലാതെ നോക്കാറുണ്ട്. എത്ര കിട്ടുന്നു അത് വെച്ചിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോവുക. കാരണം ഇവരെ കിട്ടുന്നു, അടിച്ചു പൊളിക്കുന്നു. അവരങ്ങനെയാണ്. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ജിങ്കാലല്ല, ജസ്റ്റ് പൊളിക്കുക. ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ദിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാതെ എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. വേണ്ട സമയത്ത് നമ്മൾ സന്തോഷിച്ചിട്ടില്ല എന്നൊരു ചെറിയ റിഗ്രറ്റ് നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ പോലും ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും. അപ്പം മോള് പറയാ, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ കാര്യത്തിലായാലും അവളുടെ കാര്യത്തിലാണെങ്കിലും അവൾ അങ്ങനെ പറയും. നമ്മളൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ നമ്മളത് ഇടുക, അത്രയേ ഉള്ളൂ. ചേച്ചി ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ വിട്ടുകളയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ പുള്ളി പറയുന്നത്, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു, ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഏത് പ്രായത്തിലാണ് ചേച്ചി അപ്പോൾ കല്യാണം കഴിക്കുന്നത്? 20 വയസ്സ്. 20 വയസ്സിൽ? അപ്പം അച്ഛനും അമ്മ എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ ചേച്ചി? ഭയങ്കര പ്രശ്നമായിരുന്നു. ആ സമയത്ത് വളരെ വിവാദമായ ഒരു കല്യാണമായിരുന്നു. കാരണം ഈ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ചേച്ചി പറഞ്ഞൊരു ഇൻസെക്യൂരിറ്റി എവിടെയോ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എങ്ങനെ ശരിയാവും, ഇവർക്ക് പേയ്മെന്റ് ഉണ്ടോ, ഇവർക്ക് അടുത്ത വർക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പാര വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇത് ഒരിക്കലും നടത്തരുത്, ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ആളെ പരിചയപ്പെട്ടപ്പോൾ വളരെ ജെന്യുവനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ചേച്ചി വിട്ടുകളയാൻ താല്പര്യപ്പെടാത്ത ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ഉള്ള ഒരു വലിയ വാക്യൂം നമുക്ക് വരുമല്ലോ ചേച്ചി. തീർച്ചയായിട്ടും. ആ വാക്യൂം അതിലേറ്റവും ചാലഞ്ചിങ്, ആ വാക്യൂം നമ്മൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ചേച്ചിക്ക് വന്നൊരു ഫാക്ടർ എന്തായിരുന്നു? എപ്പോഴും നമ്മൾ മെൻ്റലി സ്ട്രെങ്ത് ചോരുന്ന പോലെ എന്ത് പറഞ്ഞാലും നമുക്ക് ആ വാക്യൂം അങ്ങോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞാനുമായിട്ട് 7.5 വയസ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യത്തിനും എനിക്ക് ചോദിക്കാം, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്തിനെക്കുറിച്ചും അഡ്വൈസ് ചോദിക്കാം. നമ്മളെക്കാളും കൂടുതൽ ലോകം കണ്ട ആളാണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആര് പറഞ്ഞാലും പോറ്റി ഞങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഒരുപാട് പേര് പറയും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള പല പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടും കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. എന്ത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കും. ഈ ഏജ് ഡിഫറൻസ് ഞങ്ങൾക്ക് ഒരിക്കലും തമ്മിൽ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എടാ പോടാ അങ്ങനെ ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് ഇല്ലാതായപ്പോൾ വലിയൊരു വാക്യൂം തന്നെയായിരുന്നു.
ഇപ്പോഴും അതെ, ഞാൻ പല കാര്യങ്ങളും ഞാൻ തന്നെ തീരുമാനം എടുക്കേണ്ട പല ഘട്ടങ്ങൾ വരുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവോ, അത് ഞാൻ ശരിയാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ എന്താ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അന്നെടുത്തത് ആ തീരുമാനം ശരിയായില്ല എന്ന് തോന്നിയാൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി അദ്ദേഹം ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ മെന്റലി എപ്പോഴും ചേച്ചിക്ക് ഇങ്ങനെ പവറായിട്ട് നമുക്ക് ഓറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റും. അതെ, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും ഞാൻ അതിന് ഒരു എഫേർട്ട് എടുക്കാതെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാതെ തന്നെ ആ കാര്യങ്ങൾ നടന്ന് കാണുമ്പോൾ ആ പുള്ളിയുടെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അല്ല, എന്നാലും ഈ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം വേണമായിരുന്നു എന്ന് തോന്നിയൊരിത്, കാരണം മകളിപ്പോൾ MBBS വരെ എത്തി, വലിയ കുട്ടിയായി. അവളെ മോളുടെ ഓരോ സക്സസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചേനെ. അതാണ് ഇപ്പം മോൾ ഇനി അടുത്തൊരു ബോയ് ഫ്രണ്ട് സ്റ്റേജിലേക്കൊക്കെ എത്താറായി, അവളൊരു പാർട്ട്ണറെ ഈ പറഞ്ഞാൽ അവളുടെ ലൈഫിലേക്ക് ഒരാൾ വരാറായി. ഇത്രയും കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം, ഒരു 3 കാര്യങ്ങൾ അവനിൽ നീ ശ്രദ്ധിച്ചേക്കണം എന്ന് ചേച്ചി പറയാനാണെങ്കിൽ അത് ഏതായിരിക്കും 3 കാര്യം? എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, എന്താ പറയുക, പെട്ടെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം, അത് ഒരിക്കലും അത് ഇൻഫാക്ച്വേഷൻ ആണോ അല്ലെങ്കിൽ അതൊരു റിയൽ ഇഷ്ടമാണോ എന്ന് തീരുമാനിക്കാനുള്ള ടൈം കൊടുക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ എന്താ, വളരെ ഓപ്പണപ്പായി സംസാരിക്കുന്ന ആളായിരിക്കണം. ആൾ എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്ക് നല്ലൊരു ക്ലിയർ ഐഡിയ വേണം. പിന്നെ ഒരിക്കലും നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ എനിക്ക് ഭയങ്കര എന്താ, എനിക്ക് അപ്രോച്ചബിൾ, എന്നെക്കാളും ഒരുപാട് മുകളിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് ഒരു ഈഗോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലാതെ നീ എന്നെക്കാളും മുകളിലെത്തിയോ എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. ഒരു ഈക്വൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ കരിയറിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അദ്ദേഹത്തിന് എന്താ പറ്റിയെന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ. കാരണം ചേച്ചി അതിൽ വളരെ ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടി. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു, ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു 6 വർഷത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് ആരോഗ്യം വളരെ മോശമായി. എക്സ്പെക്റ്റഡ് ഒന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി, എന്നാലും റിക്കവർ ആവും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി, അത് കൊച്ചിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ശരി, ഡോക്ടർ പറഞ്ഞു ശരി നാളത്തെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് റിസൾട്ട്സ് കുറച്ച് സ്റ്റേബിളാണ് എന്നാൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ അടുത്ത ദിവസം രാവിലെ പോവാം എന്ന് വിചാരിച്ചെല്ലാം റെഡിയായി നിന്ന സമയത്താണ് തലേദിവസം ഈവനിങ്ങിൽ പെട്ടെന്ന് സീഷർ അടിക്കുന്നത്. പിന്നെ അത് പല പ്രാവശ്യം സീഷർ അടിച്ചു. അങ്ങനെ കണ്ടീഷൻ മോശമായിരുന്നു. അപ്പോഴും ഓരോ സ്റ്റേജിലും ഇത് കടന്നു പോകും, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ അവസാനം വരെ ഉണ്ടായിരുന്നു. അല്ല, ഇത്രയും പറയുമ്പോഴും ചേച്ചി ഇൻഡസ്ട്രിയിൽ ചേച്ചി പറഞ്ഞു ചേച്ചി ബാങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എവിടെയോ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന്. ചേച്ചിക്ക് അപ്പം സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി? കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചേച്ചി വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അതെ, സേവിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിൽ ജീവിക്കുന്ന ഒരാളാണ്. അന്നും അതെ ഇന്നും അതെ.
അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു ഇതിൽ നടക്കണം, നിങ്ങൾ റോഡിൽ കാണാറുണ്ട്, സ്കൂട്ടർ പിടിച്ച് പോകണത് കാണാറുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെലിബ്രിറ്റി ആ സ്റ്റാറ്റസ് ഞാൻ ഒരുപാട് ഇതാക്കി കണ്ടിട്ടില്ല. ഞാൻ ഇതൊരു ജോലിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിക്കുന്നതുകൊണ്ടോ ഒരു നമ്മുടെ വാല്യൂ കുറഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിക്കാറില്ല. അപ്പോൾ അത് പുറത്ത് ആൾക്കാരെങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ബോധവാടാവാറില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ചും എൻ്റെ ഇതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ സേവിങ്സ് ഉണ്ടായിരുന്നു. ആ സേവിങ്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയാണ് പേഴ്സ് കാലിയായി എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ ചേച്ചി അവിടെ നിന്ന് തൊട്ട് 0 തൊട്ടൊരു തുടക്കമുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു ട്രാൻസ്ലേഷനിലേക്ക് കയറി, ബാങ്കിലെ ജോലി വേണ്ടാന്ന് വെച്ചു, ട്രാൻസ്ലേഷനിലേക്ക് കയറി, ആ സീരിയൽ ഹിറ്റ് ആവുന്നു, 1000 എപ്പിസോഡ്സ് ക്രോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചേച്ചിക്ക് വന്നായിരുന്നോ? ഞാൻ എന്നും ഫിനാൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സേവിങ്സ് ഇല്ലെങ്കിൽ പോലും ഉള്ളത് എങ്ങനെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യണം എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഒരുപാട് ലോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു നല്ല രീതിയിൽ അങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരുപാട് കടമുണ്ടാവാതെ നോക്കാൻ, അതായത് ആൾക്കാരുമായിട്ടുള്ള ഈ ഫിനാൻസ് ഇടപാടുകൾ അധികം ഉണ്ടാവാതെ നോക്കാറുണ്ട്. കാരണം ഫിനാൻസ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളില്ലാതാവും. അത് പല ആൾക്കാരിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഉള്ളത് വളരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഇത് കാണാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ വളരെ ഒരു ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിൾ എനിക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസ ഇടപാടുകളില്ലാതെ നോക്കാറുണ്ട്. എത്ര കിട്ടുന്നു അത് വെച്ചിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോവുക. അതങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ MBBS പഠിക്കുന്ന ഒരു മകളുടെ അമ്മയാണ്. പക്ഷെ കണ്ടാൽ പറയില്ല കേട്ടോ, അത് ഞാൻ പറയണം. ചൂട്. ഓക്കെ. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇച്ചിരി കമ്മിയാണെന്നാണ്. കാരണം ഇവരെ കിട്ടുന്നു, അടിച്ചു പൊളിക്കുന്നു. നമ്മളിപ്പോൾ കാണുമ്പം അറിയാം ചേച്ചി, ഇവരെ ഒരു 30,000 റുപ്പീസ് ഇവർക്ക് മന്ത്ലി ഇൻകം ഉണ്ടെങ്കിൽ 28,000 they will spend on. അവരങ്ങനെയാണ്. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ജിങ്കാലല്ല, ജസ്റ്റ് പൊളിക്കുക. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിനോട് ചേച്ചി എന്താണ്? കാരണം ജീവിതത്തിൽ അത്രയും കാര്യങ്ങൾ കണ്ട് കയറി വന്ന ഒരാളാണ്. അത് ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ദിസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മുടെ കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അതൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രാജുവലായിട്ട് ഓരോ കാലഘട്ടത്തിലും വന്ന ചേഞ്ചസാണ്. ഇപ്പം നമ്മുടെ പേരൻസ് ജീവിച്ച ഒരു രീതിയിലല്ല നമ്മൾ ജീവിച്ചു പോകുന്നത്, അതുപോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതാണ് വേണ്ടത്, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേരൻസ് പലപ്പോഴും അവരുടെ കാര്യം ആലോചിക്കാതെ, അവരുടെ ഒരു പ്ലഷർ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് വളരെ കുറവായിരുന്നു. അവരെല്ലാം മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അവർ ജീവിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒരു കാലഘട്ടം വന്നപ്പം അതിൻ്റെ ഒരു കുറച്ച് ഡിഫറൻസ് വന്നു. നമ്മൾ കുറച്ച് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാറ് മേടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ആയിരുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്. അതിന്ന് പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ജീവിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാനും എൻ്റെ മോളും തമ്മിലുള്ളൊരു ഇത് പറയാം. മോള് എപ്പോഴും പറയും, അമ്മ നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാതെ എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാറുണ്ട്. അതിനകത്ത് ഒരു
പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവളോട് പറയും, നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുക, നമ്മുടെ ആവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ്, അനാവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക സേവിങ്സിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ സന്തോഷിച്ചിട്ടില്ല എന്നൊരു ചെറിയ റിഗ്രറ്റ് നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ജനറേഷന് വലിയ അഡ്വൈസ് ഒന്നും കൊടുക്കാനായിട്ടില്ല ഇല്ല. എന്നാലും അമ്മയും മകളും തമ്മിലുള്ള ഒരു ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോണ്ടിങ് ആണത്. മോള് അമ്മ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് വല്ല കാര്യങ്ങൾ പറയാറുണ്ടോ? അമ്മ ഇത് ചെയ്യണ്ട, അമ്മ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഏതായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയും, ഞാൻ എൻ്റെ അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ ചേച്ചി അടി വെക്കുന്നത്. അപ്പം വി ആർ ലൈക്ക് ഫ്രണ്ട്സ് ഉള്ളി. എനിക്ക് അറിയാനേ പറ്റത്തില്ല അമ്മയാണ്, വി ആർ ലൈക്ക് ഫൈറ്റിംഗ്, ലൈക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ക്ലാഷ് വരുന്നൊരു പോയിന്റ് ഏതായിരിക്കും? അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് പല കാര്യങ്ങളും ഞാൻ ഭയങ്കര കോൺഷ്യസ്. അതെ. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ പോലും അയ്യോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു, ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും. അപ്പം മോള് പറയാം, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം എൻ്റെ കാര്യത്തിലായാലും അവളുടെ കാര്യത്തിലാണെങ്കിലും അവളങ്ങനെ പറയും, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ നമുക്കത് കംഫർട്ടബിളായിട്ട് തോന്നുന്നെങ്കിൽ നമ്മളത് ഇടുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോവും, അല്ലെങ്കിൽ ഞാൻ അതിനെ കൂടുതൽ ഇപ്പം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് പല സമയത്തും കൊടുക്കാറുണ്ട്. അപ്പം മോള് പറയാം, അതൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മളെ ആൾക്കാർ കാണുമ്പോൾ അയ്യേ എന്ന് പറയരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മളത് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളതാണെങ്കിലും ഒക്കെ അവളങ്ങനെ ഉപദേശിക്കാറുണ്ട്. ഇത്രയും പറയുമ്പോഴും ഇപ്പം കൊല്ലം സുധിയുടെ വൈഫ്, കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞ് അവർ അഭിനയത്തിലേക്കൊക്കെ കടന്നപ്പം ഭയങ്കരമായിട്ടുള്ള ബാക്ക് സ്ലാഷസ് വന്നു. ഭയങ്കരമായിട്ടും അവരെ ക്രൂസിഫൈ ചെയ്യുന്നു, ഭയങ്കര ഹേറ്റ്രിഡ് ക്യാമ്പയിൻസ് നടക്കുന്നു. പക്ഷെ ഇപ്പം അവരുടെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കരമായിട്ടും ആൾക്കാർ സ്നേഹവും നൽകുന്നുണ്ട്. സോ ഈ മലയാളികളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ചേച്ചി എങ്ങനെയാണ്? കാരണം നമ്മുടെ ഒരു പാർട്ട്ണർ നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണമെന്ന് സൊസൈറ്റി മുൻവിധികൾ നൽകുന്നുണ്ടോ? സൊസൈറ്റി നമുക്ക് പലപ്പോഴും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ആൾക്കാർ പലതും പല രീതിയിലാണ് എടുക്കാറുള്ളത്. പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരതിൽ പല നെഗറ്റീവ്സും ഹൈലൈറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, എന്തുകൊണ്ടിത് ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് കൊണ്ട് കാര്യം ഇല്ലെങ്കിൽ അവർക്ക് എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനത് അവരോട് പറഞ്ഞു നടന്നിട്ട് എന്താണ് കാര്യം? പിന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ശ്രമിക്കാറില്ല. അപ്പോൾ ഞാൻ കടന്നു വന്ന വഴികൾ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അല്ലാതെ ഞാനായിട്ട് ആരോടും പറയാറില്ല. അപ്പോൾ എന്താ പല ഇതിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ അത് എന്താ മാർക്കറ്റ് ചെയ്യുന്നത്? ഇത് ആൾക്കാരെ കാണുമ്പോൾ ഇവരിതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ എന്ന് ചിന്തിക്കും. അത് വേണോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ താഴെ വന്ന കമൻസൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു. ഇതുവരെയും ഭാഗ്യം കൊണ്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള കമൻസ് എനിക്ക് വന്നിട്ടുള്ളൂ. വളരെ റെയറായിട്ട് 1-2 പേരൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തും ആൾക്കാർ അതിലെ നല്ല വശങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ആൾക്കാരെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല എടുക്കുന്നത്. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല എന്ന് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ട പോസ്റ്റ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അത് ആരെങ്കിലും കാണുമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് റീച്ച് ആവുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല.
പക്ഷെ ആൾക്കാർ അത് ഏറ്റെടുത്ത് ഇത്ര ഒരു എന്താ വൈറലാവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ആൾക്കാർ ആ രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഞാൻ നോക്കുമ്പോൾ കമൻസ് വരുന്നുണ്ടായിരുന്നു. എനിക്കതിൽ വളരെ വിചിത്രമായ 2 കമൻറ്റ് ഞാൻ എടുത്തു വെച്ചു. എന്താണെന്നറിയോ, 2 ചേട്ടന്മാരാണ്. എനിക്ക് അവരുടെ പ്രായം അറിയില്ല, ഇനി ഫേക്ക് അക്കൗണ്ട് ആണോ എന്നറിയില്ല. എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഇന്ദുവിനെ എന്നൊക്കെ അങ്ങനെയൊക്കെ അപ്രോച്ചസ് വരുമ്പോൾ ചേച്ചി എങ്ങനെ ഇത് നെഗ്ലക്റ്റ് ചെയ്യുന്നത്? അത് കുറച്ച് നാൾ മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ പണ്ട് മുതലേ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഇന്ദുവിനെ പറ്റി ആൾക്കാർ പറഞ്ഞ രീതിയിലല്ല ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അപ്പോൾ പണ്ട് ആൾക്കാർ അയ്യോ പാവം ഇവരെന്ത് ചെയ്യും എന്നുള്ള, ചില ആൾക്കാർ ഇവർ ഇത്ര ഇതായിട്ട് നിൽക്കുന്നുണ്ട്, അവരെ എങ്ങനെയും എന്താ വളയ്ക്കാം എന്നുള്ളൊരു ആ ഒരു രീതിയിൽ പണ്ട് ആൾക്കാർ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് പല രീതിയിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ വളരെ ബോൾഡായിട്ട് തന്നെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ എന്നെ കാണുന്നത് അയ്യോ അവർ അടുക്കാൻ പറ്റാത്ത ആളാണ്, അവർ ഭയങ്കര ബോൾഡാണ് എന്നുള്ളൊരു രീതിയിൽ ആൾക്കാർ മാറ്റി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് എൻ്റെ അടുത്തുള്ള ഒരു അപ്രോച്ച് മാറി വരുന്ന പോലെ.